നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവളായി മാറിയ സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയ ഗായികയാണ് കെനിഷ ഫ്രാൻസിസ്. നടൻ രവി മോഹനുമായുള്ള ബന്ധമാണ് കെനിഷയെ എല്ലാവർക്കും വെറുക്കപ്പെട്ടവളുമായി മാറാൻ കാരണമാക്കിയത്. ഭാര്യയും 2 ആൺമക്കളുമുള്ള വ്യക്തിയെ മയക്കി സ്വന്തമാക്കിയ എന്ന ആരോപണം കെനിഷയ്ക്കെതിരെ നേരെ വന്നിരുന്നു. എന്നാൽ തന്റെ കുടുംബം തകരാൻ കാരണക്കാരി കെനിഷയല്ലെന്ന് അന്നും ഇന്നും രവി മോഹൻ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അതേസമയം കുട്ടിക്കാലം മുതൽ പലതരത്തിലുള്ള ഒറ്റപ്പെടലുകളും ദുരനുഭവങ്ങളും സഹിച്ചാണ് കെനിഷ ഇന്ന് ലോകമറിയുന്ന തരത്തിൽ പ്രശസ്തിയായ ഗായികയായി മാറിയിരിക്കുന്നത്. വനിതയ്ക്ക് നൽകിയ പുതിയ അഭിമുഖത്തിൽ തന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഗായിക മനസ്സ് തുറന്നിരുന്നു. എന്റെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാളെ പരിചയപ്പെട്ട് ആദ്യ 10 സെക്കൻഡിൽ അവരുടെ 3 നല്ല കാര്യങ്ങൾ കണ്ടെത്തുക എന്നത്, അതിനുശേഷം മാത്രം അവരെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയെന്ന്. ഈ രീതി സോഷ്യൽ മീഡിയയിലാണ് എല്ലാവരും പിന്തുടരേണ്ടത് എന്ന് തോന്നുന്നുവെന്നും സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കെനിഷ സംസാരിച്ച് തുടങ്ങിയത്. ജീവിതത്തിൽ ദുരനുഭവങ്ങൾ നേരിടുന്ന സ്ത്രീകളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, 23-ാം വയസ്സിൽ അമ്മയെയും 27-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടമായ വ്യക്തിയാണ് ഞാൻ. 18-ാം വയസ്സിലായിരുന്നു എന്റെ വിവാഹം. മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്ന ഭർത്താവ് എന്നെ പലതരത്തിൽ ഉപദ്രവിക്കുമായിരുന്നു. ഗർഭകാലത്ത് ഡമ്പൽ വെച്ച് എന്റെ വയറ്റിൽ അയാൾ അടിച്ചിട്ടുണ്ട്. എനിക്ക് അന്ന് 19 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. വേദനിച്ച് കരഞ്ഞപ്പോൾ നേരം വെളുക്കുവാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ബംഗളൂരുവിലെ തെരുവിലേക്ക് എന്നെ അയാൾ വലിച്ചെറിയുകയായിരുന്നു. ചോരയൊഴുകി അവശയായ എന്നെ സഹായിക്കാൻ ആരും വന്നില്ല. പ്രായമായ മാതാപിതാക്കൾ വന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അന്ന് തിരിച്ചറിഞ്ഞത് ചിലതുണ്ട്. സഹായിക്കാൻ ആരെങ്കിലും വരുമെന്ന് കരുതി കാത്തിരിക്കരുത് എന്നത്. പ്രതിസന്ധികളിൽ നിലവിളിച്ചിട്ട് കാര്യമില്ല, ഓടി രക്ഷപ്പെടുവാനും ശ്രമിക്കേണ്ട കാര്യമില്ല. അനുഭവങ്ങളെ ധൈര്യമായി നേരിട്ട് സ്വയം സ്നേഹിച്ച് മുന്നോട്ടു പോവുകയാണ് ചെയ്യേണ്ടത്. വെളിച്ചം പകരാൻ എന്നെപ്പോലുള്ളവർ എന്നും ഉണ്ടാകുമെന്നും ഓർക്കുക. എന്നെ ഹീൽ ചെയ്യുന്നത് ഭക്ഷണമാണ്. എന്നെ സന്തോഷിപ്പിക്കാൻ നല്ല ഭക്ഷണം വാങ്ങി തന്നാൽ മതി. അധികം സർപ്രൈസ് ആയിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ട. അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡല്ല എനിക്കിഷ്ടം. കേരളത്തിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് കഞ്ഞിയും ചമ്മന്തിയും മത്തി ഫ്രൈയുമാണ്. ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജീവിതം തന്നെ എന്റെ മാനിഫെസ്റ്റേഷനാണ്. ഹീലിംഗ് തെറാപ്പി, ഫിലിം പ്രൊഡക്ഷൻ, സാരി ബിസിനസ് തിരക്കിലാണ് ഇപ്പോൾ. സിനിമയാണ് ഇനി മുന്നിലുള്ളത്. ബിഗ്ഗസ്റ്റ് ഫ്രീക്കിംഗ് ബിസിനസ് വുമൺ ആകണം എന്നാണ് ആഗ്രഹം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ശബ്ദമാകണം എന്നും ആഗ്രഹമുണ്ട്. ഒപ്പം എല്ലാവർക്കും തുണയാകുന്ന നല്ലൊരു മനുഷ്യനായി തുടരണം. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നും കെനിഷ ഫ്രാൻസിസ് പറയുന്നുണ്ട്. രവി മോഹനുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചു എന്ന് അറിയിച്ച കെനിഷ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. രവി മോഹന്റെ കൂട്ടുകാരി എന്ന മേൽവിലാസത്തിലാണ് തനിക്ക് ഇപ്പോഴും അതുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുക്കുകയാണെന്നും കെനിഷ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. രവി മോഹൻ എനിക്ക് എല്ലാമാണ്, എന്നാൽ എന്റെ ആരുമല്ല എന്നാണ് കെനിഷ പറയുന്നത്. പാട്ടുകാരി, ബിസിനസ് ഉടമ, സ്പിരിച്വൽ ഹീലർ എന്നീ വ്യക്തിത്വങ്ങളിൽ അറിയപ്പെടുന്ന ആളാണ് ഞാൻ. നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ പലരും നൽകിയ മേൽവിലാസം രവി മോഹന്റെ സുഹൃത്ത് എന്നതാണ്. നിരവധി സെലിബ്രിറ്റികളുടെ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവരെ നിങ്ങൾ അറിയില്ല എന്നേ ഉള്ളൂ. രവി മോഹൻ എനിക്ക് എല്ലാമാണ്, എന്നാൽ എന്റെ ആരുമല്ല താനും. ഒരു ഓഡിയോ ലോഞ്ചിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നീട് മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് പ്രൊഫഷണലായി സഹായം തേടി എന്നെ സമീപിക്കുകയായിരുന്നു. അത് സൗഹൃദമായി വളരുകയും ചെയ്തു. അഭ്യൂഹങ്ങളും വിവാദങ്ങളും പരിഹാസങ്ങളും രവി മോഹനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലായപ്പോഴാണ് നിശബ്ദമായിരിക്കാൻ തീരുമാനിച്ചത്. ഒന്നിച്ച് ഒരു വെൽനസ് ഫീലിംഗ് സെന്റർ തുടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ. ഈ അടുത്താണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ നടത്തുന്നത് ഇടമായി മാറിയിരിക്കുന്നത്. മുൻവിധികളോടെ സമീപിക്കുന്ന കൂട്ടത്തിലേക്ക് നിൽക്കുവാൻ എനിക്ക് താല്പര്യമില്ല. അതെനിക്ക് പ്രയാസമാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുത്തു. പക്ഷേ തിരിച്ചു വരും പുതിയ പാട്ടുമായി എന്നുമായിരുന്നു കെനിഷ പറഞ്ഞിരുന്നത്. അതേസമയം ഭാര്യ ആദ്യമായുള്ള രവി മോഹന്റെ വിവാഹമോചന കേസ് കോടതിയിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായുള്ള വിവാഹമോചനം വരെ സിനിമകൾ ചെയ്യില്ലെന്ന തീരുമാനം കഴിഞ്ഞ ദിവസം നടൻ തിരുത്തി പറഞ്ഞിരുന്നു. സിനിമാ രംഗത്തുള്ളവർ തന്നോട് തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും തന്റെ പ്രഖ്യാപനത്തിൽ ദുഃഖിതയായവരോടെല്ലാം ക്ഷമ ചോദിക്കുന്നുവെന്നും നടൻ പറയുകയുണ്ടായി. JFW അവാർഡ് വേദിയിലായിരുന്നു താരത്തിന്റെ വൈകാരികമായ പ്രതികരണങ്ങൾ. എന്റെ ജീവിതത്തിൽ ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിച്ചു. ഞാൻ അതിനെയെല്ലാം അതിജീവിച്ച് വരികയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ തുറന്നു പറയുവാൻ തുടങ്ങിയതിന് പിന്നാലെ നിരവധി ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ തുടർന്ന് നിരവധി ആളുകൾ എന്നെ വിളിച്ച്, സാർ ഞാനും ഇത് പറയണമെന്ന് ആഗ്രഹിച്ചു, സാർ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞുവെന്നും താരം പറയുന്നുണ്ട്.